സമയം 6:30 ആയെങ്കിലും ഇതുവരെ നേരം വെളുത്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പം ഒന്ന് വെളിച്ചായി വരണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 മണിയെങ്കിലും ആവണം. അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് ഞാൻ ആയാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അവന് വീണ്ടും കഫക്കെട്ടായി തുടങ്ങി. അപ്പോൾ നെബുലൈസ് ചെയ്യണം. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ചെന്ന പാടത്തിന് എനിക്ക് ബസ് കിട്ടി. ഭയങ്കര തിരക്കായിരുന്നു ഈ സ്കൂൾ കുട്ടികളുടെ തിരക്ക്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അവന് ഫോൺ കൊടുക്കാത്തതിൻ്റെ ദേഷ്യമായിട്ടാണ് അവൻ തെറ്റിയിരിക്കുക. അപ്പോൾ അത് അവിടുത്തെ നെബുലൈസേഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോന്നു. കാരണം നേരം 9:30 ഉണ്ടായിരുന്നു. വന്നിട്ടാണ് അവന് സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം പോന്നു. എന്നിട്ട് വേഗം അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവന് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പോവാണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിവിടെ അടുത്താണ് സ്കൂൾ. അതുകൊണ്ട് പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല. നമ്മളീ പോണ വഴിക്ക് തന്നെയാണ് സ്കൂൾ. അപ്പോൾ ഞാനും അമ്പുടും കൂടിയിട്ട് ഏട്ടനാക്കാൻ വന്നിരിക്കുക. ഞാൻ അയാളെ ക്ലാസ്സിലാക്കിയിട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ 2 പേരുണ്ട്. ഇവരെടുക്കുന്നത് ഇഷ്ടമല്ല, കൂടുതൽ നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നടത്തിക്കുന്നത്. ഇനി പോയിട്ട് നേരം വൈകി. ഇനി പോയിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാം. കൂടി നീക്കാൻ നേരം വൈകിട്ടെ. ഈ തണുപ്പാകാൻ അവർ നീക്കണ്ടേ. എനിക്കത് നീക്കാൻ വേണ്ടിയാണ് രാവിലെ. അപ്പം ഇനി പോയിട്ട് പണികൾ തുടങ്ങാം. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടാണ്. കാരണം ചോറിന് വെള്ളം വെച്ചാൽ തന്നെ സമാധാനമാണ്. എന്നിട്ട് ഞാൻ ചായ കുടിക്കാനൊക്കെ ഇരുന്നത്. കറിക്ക് നമുക്ക് അതിന് തലേ ദിവസം മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പുതിയാപ്പിളക്കോര. അപ്പോൾ അത് വെള്ളത്തിലിടണം. അപ്പോൾ ഉച്ചത്തേക്ക് നമുക്കിന്ന് ചോറും മീൻകറിയും മീൻ വറുത്തതാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മ കുറച്ച് കഞ്ഞിക്കൂർക്കയുടെ ഇല കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അക്കുടൂന് എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്ന കാരണം ഇല വാട്ടിയിട്ട് നീര് കുടിക്കുമ്പോൾ എന്താ പറയുക, ഈ കഫൊക്കെ പോകുന്നട്ടാ പറയാം. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് സ്റ്റോർ ചെയ്യാൻ വെച്ചു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ വാച്ച് ഞാൻ കുറേ തപ്പി നടന്നതായിട്ട്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വന്ന പാടെ എവിടെയെങ്കിലും കണ്ട് ഊരി വയ്ക്കും വാച്ച്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേഗം കുറച്ച് ഡ്രസ്സൊക്കെ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കി വെച്ചിട്ട് പിന്നെ വേഗം അടിച്ചൊരു തുടയ്ക്കാൻ നിന്നു. എനിക്ക് ഉച്ചയ്ക്ക് അംഗനവാടിയിൽ പോകണം. മോന് അമൃതപ്പൊടി കിട്ടുന്നുണ്ട്. അവന് 3 വയസ്സ് വരെ കിട്ടും. ഇപ്പോൾ അവന് 2.5 വയസ്സായി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാനൊക്കെ നിന്നു. ഇപ്പോൾ ഈ കാറ്റ് കാലമായ കാരണം ഭയങ്കര പൊടിയാണ്. ജനൽ തുറന്നിടാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെ അടച്ചു പൂട്ടിരിക്കണമെന്ന് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായിട്ടാണ്. അപ്പോൾ ജനൽ എപ്പോഴും തുറന്നിട്ട് റൂമിൻ്റെ ആയാലും ഹാളിൻ്റെ ആയാലും. അപ്പോൾ അതുകൊണ്ട് കൂടി ഈ ഉള്ളിലേക്കൊക്കെ നല്ല പൊടി വരും. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറുണ്ണാനൊക്കെ ഇരുന്നിട്ട് എനിക്ക് അംഗനവാടി പോയി വന്നതിന് ശേഷം വേണം അക്കുടനെ വിളിക്കാൻ പോകാൻ. പൊടി പിടിക്കാൻ ചിലപ്പോൾ ആധാർ കാർഡിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ ആധാർ കാർഡും കൂടി കൊണ്ടുപോകുന്നത്. പിന്നെ പോയിട്ട് പിന്നെയും വരിക, പിന്നെയും പോവുക. അപ്പോൾ എനിക്ക് മടി കൂട്ടാം. കാരണം ഇതുകൊണ്ട് കൂടി ഞാൻ വിചാരിക്കും വല്ല വണ്ടി ഓടിക്കാൻ പഠിച്ചാലോന്ന് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ആഗ്രഹം നല്ലോണ്ട് വണ്ടി ഓടിക്കണം എന്നുള്ളത്. പക്ഷെ എൻ്റെ മനസ്സിനങ്ങോട്ട് കട്ടി പോരാ. കൊണ്ടാക്കട്ടെ, അംഗനവാടിയിലാക്കട്ടെ. അംഗനവാടിയിലേക്ക് ഇഷ്ടമാണ്, പഠിക്കാൻ ഇഷ്ടമാണ്. അമ്പുടിൻ്റെ വെറും തള്ളലാണ് കേട്ടോ. കാരണം എനിക്കറിയാമോ അധികമൊന്നും അംഗനവാടിയിൽ ഇരിക്കില്ല എന്നുള്ളത്. കാരണം അക്കുടനെ എവിടെയും കൊണ്ടാക്കാം. പക്ഷേ ഇയാൾക്ക് ഞാൻ ഇല്ലാതെ അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് അംഗനവാടിക്ക് പോകാനുള്ള വഴി. അപ്പോൾ അംഗനവാടി നമുക്ക് ഒരു വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ അംഗനവാടി ഉള്ളത്. ആ വീട്ടിൽ ആരുമില്ല. അവിടെ ഒരു വയസ്സായ ടീച്ചർ ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആയത്. അപ്പോൾ ആ ടീച്ചറെ വീടിൻ്റെ ബാക്കിൽ ടീച്ചർ നെല്ലൊക്കെ പണ്ടെടുത്തേക്കാൻ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, പത്തായപ്പുര അങ്ങനെ എന്തോ പറയുമല്ലോ. ആ സ്ഥലമായിട്ട് അവർ അംഗനവാടിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ആധാർ കാർഡിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അമൃതപ്പൊടിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.